ഈശോയിൽ സ്നേഹമുള്ളവരെ, ഏവർക്കും സ്വർഗാരോപണ തിരുനാളിൻ്റെയും സ്വാതന്ത്ര്യദിന വാർഷികാഘോഷങ്ങളുടെയും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഹൃദയപൂർവ്വം ഞാൻ നേരുകയാണ്. ഇറ്റാലിയൻ എഴുത്തുകാരനായ ഉംബർട്ടോ എക്കോയുടെ അതിപ്രസിദ്ധമായിട്ടുള്ള നോവലാണ് ബോദലീനോ എന്നത്. ഈ ബോദലീനോ ഒരു യുവാവാണ്. യുവാവ് എപ്പോഴും കൺഫ്യൂഷനിലാണ്. അയാളുടെ കൺഫ്യൂഷൻ്റെ കാരണം ഇതാണ്: അദ്ദേഹം കാണുന്നതും കാണാൻ ആഗ്രഹിക്കുന്നതും തമ്മിൽ എപ്പോഴും കൂടിപ്പിണഞ്ഞു പോകുന്നു. വാട്ട് ഐ സീ ആൻഡ് വാട്ട് ഐ വിഷ് ടു സീ. കാണാൻ ആഗ്രഹിക്കുന്നത് ഒന്ന്, കാണുന്നത് മറ്റൊന്ന്. പ്രിയപ്പെട്ടവരെ, കാണാൻ ആഗ്രഹിക്കുന്നത് കാണാനായിട്ട് ഒരുവന് സാധിക്കുമ്പോഴാണ് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുക, പ്രത്യാശ ഉണ്ടാകുക. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണം കാണാൻ ആഗ്രഹിക്കുന്നത് കാണുവാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന ഒരു തിരുനാളാണ്. നമ്മൾ കാണുന്നത് ഭൗമികമായ മാനുഷിക ജീവൻ, എന്നാൽ നിത്യജീവൻ അഥവാ പുനരുദ്ധാനമാണ് നാം കാണാൻ ആഗ്രഹിക്കുന്നത്. ഈ കാണാൻ ആഗ്രഹിക്കുന്ന പുനരുദ്ധാന ജീവിതത്തെക്കുറിച്ചാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണം നമ്മെ പഠിപ്പിക്കുന്നത്. 1950 നവംബർ 1-ാം തീയതി പിയൂസ് 12-ാമൻ പാപ്പ മുനിഫിസെന്റേസിമുസ് ദേവൂസ് എന്ന തിരുവെഴുത്ത് വഴിയായി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണം ഇപ്രകാരം പ്രഖ്യാപിക്കുകയുണ്ടായി: ഉത്ഭവപാപത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും സ്വതന്ത്രയാക്കി സൂക്ഷിക്കപ്പെട്ടിരുന്ന നിർമ്മല കന്യക അവളുടെ ഇഹലോകവാസത്തിൻ്റെ പരിസമാപ്തിയിൽ ആത്മശരീരങ്ങളോടുകൂടെ സ്വർഗീയ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു. കർത്താവ് അവളെ എല്ലാറ്റിൻ്റെയും രാജ്ഞിയായി ഉയർത്തി. ഇത് കർത്താക്കളുടെ കർത്താവും പാപത്തെയും മരണത്തെയും കീഴടക്കിയവനുമായ തൻ്റെ പുത്രനോട് അവൾ കൂടുതലായി അനുരൂപപ്പെടുവാൻ വേണ്ടി ആയിരുന്നു എന്ന്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണം പിയൂസ് 12-ാമൻ പാപ്പ ഈ പ്രമാണരേഖയിൽ പറയുന്നത് ക്രൈസ്തവരായ നമ്മുടെ ഓരോരുത്തരുടെയും പുനരുദ്ധാന ജീവിതത്തെക്കുറിച്ചുള്ള ഉറപ്പ് പ്രദാനം ചെയ്യുവാൻ വേണ്ടി അദ്ദേഹം നൽകിയതാണ് എന്ന്. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തിന് അടിസ്ഥാനമായി 2 കാരണങ്ങൾ നാം മുൻ പറഞ്ഞ ആ പ്രഖ്യാപനത്തിൽ കാണാൻ സാധിക്കും. ഒന്ന്, പരിശുദ്ധ കന്യകാമറിയത്തെ സ്വർഗാരോപിതയാക്കിയത് അവളുടെ ഉത്ഭവപാപരഹിതമായിട്ടുള്ള ജീവിതമാണ്. ഇക്കാര്യം ശ്രദ്ധിക്കുമ്പോൾ പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: പുനരുദ്ധാനത്തിന് പരിശുദ്ധ അമ്മയ്ക്ക് കാരണമായത് അവളുടെ ഉത്ഭവപാപമാണ് എങ്കിൽ മനുഷ്യരായ നമ്മൾ ഉത്ഭവപാപത്തിൻ്റെ പിടിയിൽപ്പെട്ടിരിക്കുന്നവരല്ലേ, പിന്നെ എങ്ങനെയാണ് പുനരുദ്ധാനത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുള്ളവരാകാൻ സാധിക്കുക? പ്രിയപ്പെട്ടവരെ, എന്താണ് ഉത്ഭവപാപം എന്ന് നമുക്കറിയാം. ആദ്യ മാതാപിതാക്കൾ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ ഛായയാൽ സ്വാതന്ത്ര്യം അവർക്ക് നൽകപ്പെട്ടു. അവരുടെ സാദൃശ്യത്താൽ അവർക്ക് ബുദ്ധിയും ഇച്ഛാശക്തിയും ഒക്കെ ലഭിച്ചു. സ്വാതന്ത്ര്യം കൈമുതലായി സൃഷ്ടിക്കപ്പെട്ട ആദ്യ മാതാപിതാക്കൾ അവരുടെ ജീവിതത്തിൽ പാപം ചെയ്യുക വഴിയായി സ്വാതന്ത്ര്യത്തെ ലംഘിക്കുവാനുള്ള ഒരു ചാച്ചിൽ മനുഷ്യവംശത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. ഇപ്രകാരം നമ്മിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ഈ ഉത്ഭവപാപത്തിൻ്റെ പിടിയിൽ നിന്ന് മാമോദീസായിലൂടെ നമ്മൾ വിമുക്തരാകുകയാണ്. പരിശുദ്ധ കന്യകാമറിയം ജനനത്താൽ ഉത്ഭവപാപത്തിൻ്റെ പിടിയിൽ നിന്ന് മോചിതയായി എങ്കിൽ നാം ഓരോരുത്തരും മാമോദീസ സ്വീകരിക്കുന്നത് ബോധപൂർവം ഒരു പാപം ചെയ്യുന്നതിന് മുമ്പല്ലേ? അങ്ങനെ വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ പോലെ തന്നെ നമ്മളും ജനനത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഉത്ഭവപാപത്തിൽ നിന്ന് മോചിതയാവുകയാണ്. അങ്ങനെ വരുമ്പോൾ പരിശുദ്ധ അമ്മയെപ്പോലെ നാമും പാപത്തിൽ തുടർന്ന് അകന്നൊരു ജീവിതം നയിച്ചാൽ സ്വർഗാരോഹണത്തിനുള്ള സാധ്യതയുണ്ട്, സ്വർഗത്തിലേക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതല്ലേ. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെപ്പോലെ നിർമ്മലമായൊരു ജീവിതം നയിക്കാനുള്ള വിളിയാണ് ഒന്നാമതായി നമ്മുടെ സ്വർഗാരോപണ തിരുനാൾ നമുക്ക് നൽകുക.
രണ്ടാമതായി ക്രിസ്തുവുമായുള്ള പരിശുദ്ധ അമ്മയുടെ അടുപ്പമാണ് അവളെ സ്വർഗാരൂപിതയാക്കിയത് എന്ന് പ്രമാണരേഖയിലൂടെയുള്ള നിർവചനത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു. പ്രിയപ്പെട്ടവരെ, മാമോദീസായിലൂടെ എന്നിലും നിങ്ങളിലും എന്താണ് സംജാതമാകുക? മാമോദീസ നാം സ്വീകരിക്കപ്പെടുന്നത് ക്രിസ്തുവിന് തുറക്കപ്പെട്ട തിരുവില്ലാവിൽ നിന്നും ഒഴുകുന്ന ജലം പ്രതീകമായി ആശീർവദിക്കപ്പെട്ട ജലത്തിലൂടെയാണ്. അങ്ങനെ ഈശോയുടെ തിരുവിലാവിൽ നിന്നും ഒഴുകുന്ന ജലത്താൽ മാമോദീസ സ്വീകരിക്കുന്ന നമ്മൾ ആ തുറക്കപ്പെട്ട ഹൃദയത്തിലൂടെ അവൻ്റെ ഹൃദയത്തിൽ ഒരു വാസം ആരംഭിക്കുകയാണ് ചെയ്യുക. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ മാമോദീസായിലൂടെ നാം ഓരോരുത്തരും ഈശോയുടെ ഹൃദയത്തിൽ വാസം ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. അവിടുത്തെ തുറക്കപ്പെട്ട തിരുവിലാവിൽ നിന്നും ഒഴുകി വീഴുന്ന ആ വെള്ളത്തിൻ്റെ പ്രതീകമായി ആശീർവദിക്കപ്പെട്ട വെള്ളം ഉപയോഗിച്ചുകൊണ്ട് നാം മാമോദീസ സ്വീകരിക്കുകയും ഈ മാമോദീസ വെള്ളത്താൽ തീർച്ചയായും അവിടുത്തെ ആ തുറക്കപ്പെട്ട തിരുഹൃദയത്തിലേക്ക് നമ്മൾ ചേർക്കപ്പെടുകയും ഒരു തിരുഹൃദയ യേശുബന്ധിതമായ ജീവിതം ആരംഭിക്കുകയും ചെയ്യുന്നു. തുടർന്ന് നാം അനുദിനം സ്വീകരിക്കുന്ന കുർബാനയിലൂടെ നമ്മിലേക്ക് ഈശോ കടന്നു വരുന്നു. അങ്ങനെ നാമും യേശുവുമായി മാമോദീസായിലൂടെയും പരിശുദ്ധ കുർബാനയിലൂടെയും പരിശുദ്ധ അമ്മയെക്കാളും അഭേദ്യമായൊരു ബന്ധം നമ്മൾ ജീവിക്കുകയാണ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ പരിശുദ്ധ അമ്മയോടുള്ള ബന്ധവും യേശുവുമായുള്ള ബന്ധവും അതോടൊപ്പം തന്നെ നമുക്ക് പാപമോചനവും ലഭിക്കുന്ന കുദാശകൾ വഴിയായി പരിശുദ്ധ അമ്മയെപ്പോലെ തന്നെ നമുക്ക് നൈർമല്യമായ ജീവിതത്തിനും അതോടെ യേശുബന്ധിതമായ ജീവിതത്തിനും ഒരു സാധ്യത തുറക്കപ്പെടുകയാണ്. പരിശുദ്ധ അമ്മയെപ്പോലെ ഈ നൈർമല്യത്തിൽ യേശുവുമായുള്ള ബന്ധത്തിൽ ആഴപ്പെട്ടുള്ള ബോധ്യത്തിൽ ജീവിച്ചാൽ നമുക്കും അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയെപ്പോലെ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുവാനും നിത്യജീവൻ കരമുതലാക്കുവാനും സാധിക്കുമെന്ന് ഈ സ്വർഗാരോഹണ തിരുനാൾ നമ്മെ പഠിപ്പിക്കുന്നു. ആയതിനാൽ ഈ സ്വർഗാരോപണ തിരുനാളിൽ നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധ അമ്മയെപ്പോലെ നിർമ്മലമായ ജീവിതം നയിക്കാൻ എന്നെ അനുവദിക്കണമേ. അമ്മയെപ്പോലെ യേശുവുമായുള്ള ബന്ധം ഒരിക്കലും വിച്ഛേദിച്ചുകൊണ്ടൊരു ജീവിതം എനിക്ക് ഉണ്ടാകാതിരിക്കാൻ അമ്മ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഈ തിരുനാളിന് മംഗളങ്ങൾ ഏവർക്കും സ്നേഹപൂർവ്വം നേരുന്നു.